നമ്മുടെ ഈ ഓഫീസിൻ്റെ തൊട്ടടുത്താണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാനം. ഒരു 2 മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത് എവിടെ കാണാം. പിന്നെ കഴിഞ്ഞ ദിവസം മെനിഞ്ഞാന്ന് മറ്റാണോ ഞാൻ വൈകുന്നേരത്ത് ഓഫീസിൽ നിന്ന് നടന്നു പോകുമ്പോൾ അവിടുത്തെ ജീവനക്കാരുടെ ഒരു ചെറിയൊരു യോഗം, ഒരു പൊതുയോഗം അവിടെ നടക്കുന്നുണ്ട് ഓഫീസിന് പുറത്ത്. അപ്പോൾ അവിടുത്തെ ഇടതുപക്ഷ സംഘടനയുടെ യോഗമാണെന്ന് മനസ്സിലായി. അവർ വിശദീകരിക്കുന്നുണ്ട് ഈ PSCയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണത്തിന് മാധ്യമങ്ങളുടെ കള്ളക്കഥയാണ്, ഇതങ്ങനെയെന്ന് പറഞ്ഞാൽ ഞങ്ങളോട് സത്യസന്ധരാണ്. പിന്നെ ഈ പ്ലാനിംഗ് ബോർഡിലെ തസ്തിക സംബന്ധിച്ച് അത് അങ്ങനെ ഉയർന്നത് ശരിയില്ല. അതൊക്കെ ഞങ്ങളെല്ലാം ഭംഗിയായിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഈ മാധ്യമങ്ങൾക്കും ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾക്കും വേറെ പണിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അധിക്ഷേപിക്കാൻ എത്തിയതാണെന്നൊക്കെ പറഞ്ഞ നേതാവ് ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി കടന്നുപോയ എന്നെ അയാൾ നോക്കുന്നുണ്ട്. കാരണം നമ്മൾ സ്ഥിരം ഈ വിഷയത്തിൽ ചർച്ച നടത്തുന്നതുകൊണ്ട് തന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും ഇന്ന് പുറത്തു വരുന്ന ഒരു വിവരം നമ്മെ അമ്പരപ്പിക്കുന്നത്, ഈ നേതാവ് പറഞ്ഞ പോലെ നല്ല കാര്യം നമുക്ക് മനസ്സിലാവും. മൊത്തം ഉടായ്പാണെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതെ, അതായത് ഈ പ്ലാനിംഗ് ബോർഡിൻ്റെ പരീക്ഷ തന്നെ, അതുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷ തന്നെ, അതുകൊണ്ട് 1.5 ലക്ഷം രൂപ ശമ്പളമുള്ള ഒരു തസ്തികയിൽ ഒരു അന്തംഗമ്മിയെ നിയമിച്ചതാണല്ലോ അതിൻ്റെ വിഷയം. അപ്പം ആ പരീക്ഷ റദ്ദാക്കാനും ആ പരീക്ഷയുടെ പേപ്പർ റീവാലുവേഷൻ ചെയ്യാനും, പരീക്ഷ റദ്ദാക്കാനല്ല, എൻ്റെ റാങ്ക് ലിസ്റ്റ് മിക്കവാറും റദ്ദാകും, ഇത് ചെയ്യാനുമാണ് പറഞ്ഞത്. പക്ഷേ ഇത് സംബന്ധിച്ച് ഒരു ഉദ്യോഗാർത്ഥി ചോദിച്ച വിവരാവകാശം ഈ PSC നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. ആ നിഷേധിച്ച വിവരാവകാശം അവർ ഉത്തരക്കടലാസാണ് ചോദിച്ചത്. ഉത്തരക്കടലാസും അതുപോലെ മറ്റെന്തോ പ്രധാനപ്പെട്ട രേഖകളും ചോദിച്ചിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഇവർ നൽകാതെ വന്നപ്പോൾ ഈ ഉദ്യോഗാർത്ഥി എന്ത് ചെയ്തു? വിവരാവകാശ കമ്മീഷണർക്ക് അപ്പീൽ കൊടുത്തു. വിവരാവകാശ കമ്മീഷണർ അപ്പീൽ പ്രകാരം ഇത് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വന്നു. വിട്ടുകൊടുക്കാൻ ഉത്തരവിട്ടു. വിവരാവകാശ കമ്മീഷണർ, മുഖ്യ വിവരാവകാശ കമ്മീഷണർ അത് വിട്ടുകൊടുക്കാൻ ഉത്തരവിട്ടു. പക്ഷേ PSC കൊടുക്കത്തില്ല, ഞങ്ങൾ ഒരു രേഖകളും തരില്ല എന്നാണ് അവർ പറഞ്ഞത്. ഏത് കമ്മീഷൻ പറഞ്ഞാലും ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു രേഖകളും തരില്ല. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? മടിയിൽ കനമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് കാര്യം. ഇത് തന്നെയാണ് കാര്യം. നേതാവ് പിണറായി പറഞ്ഞതാണ് കറക്റ്റ്. മടിയിൽ കനം ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. ഞങ്ങൾ ഈ രേഖകളൊന്നും തരില്ല. എന്തുകൊണ്ട് തരില്ല? അതിനകത്ത് പ്രശ്നമുണ്ട്, അതുകൊണ്ട് തരില്ല. ഇപ്പോൾ മനസ്സിലായല്ലോ എന്താണ് കഴിഞ്ഞ 10 വർഷം. 10 വർഷമെന്ന് നമ്മൾ പറയണ്ട, PSC ഒരു 10-30 വർഷമായിട്ട് പിന്നെ അവരെ മാറ്റി നിർത്തിയിട്ട് വെറും രാഷ്ട്രീയക്കാരെയും വഴിയെ പോയവരൊക്കെ പിടിച്ച് അവിടുത്തെ പല വലിയ പദവികളിൽ ഇരിക്കുന്ന തുടങ്ങിയോടുകൂടി ഈ മാറ്റം സംഭവിച്ചു. ഇവിടെ വൻ ക്രമക്കേടാണ് നൽകിയത്, പ്രത്യേകിച്ചും ഇടതുപക്ഷ സർക്കാരുകളുടെ കാലത്ത്. ഇന്നിപ്പോൾ ഈ കേരളത്തിൽ ജോലി ചെയ്യുന്ന PSC മുഖേന സർക്കാർ ജോലി കിട്ടിയിരിക്കുന്ന പല ആൾക്കാരും ഇങ്ങനെ ക്രമക്കേടുകളിലൂടെ വന്നതാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ PSCയുടെ നിലപാട്. വേറെ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി. PSC ചെയർമാൻ അടിയന്തര യോഗം വിളിച്ചു. യോഗം വിളിച്ചിട്ട് അദ്ദേഹം ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പോലീസിനെ കോർഡിനേറ്റ് ചെയ്യാനാണെന്ന്, അതായത് ക്രൈംബ്രാഞ്ചിനെ. അതിനകത്തുനിന്നും PSC സെക്രട്ടറിയെ മാറ്റി. രേഖകൾ കൊടുക്കാനും അവർ ചോദിക്കുന്നതിന് ആൻസർ ചെയ്യാനും വേണ്ടി ഒരു ടീമിനെ ഉണ്ടാക്കിയിരിക്കുക. സെക്രട്ടറി പങ്കില്ല. സെക്രട്ടറി അതിൽ നിന്ന് ഒഴിവാക്കി. എന്നിട്ട് PSCയുടെ എഴുത്തുകുത്തും മറ്റും ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘവുമായിട്ടുള്ള അജിതാ ബീഗമാണല്ലോ നയിക്കുന്നത്. അജിതാ ബീഗവുമായിട്ട് ആ അന്വേഷണ സംഘവുമായിട്ട് ചേർന്നിട്ടുള്ള ആ നയിക്കുന്ന അവർ ആ അന്വേഷണ സംഘം വന്ന് ചോദ്യം ചെയ്യുമ്പോൾ രേഖകൾ കൊടുക്കേണ്ട ചുമതല ഈ ടീമിനാക്കി കൊടുത്തു. പക്ഷെ അതിൽ നിന്ന് PSCയുടെ സെക്രട്ടറി ഒഴിവാക്കി. മിക്കവാറും സംഭവിക്കാൻ സാധ്യതയുള്ളത് ഈ ടീം വന്നിട്ട് SIT വന്നിട്ട് ഓരോ ഡോക്യുമെൻറ്റ്സും എടുക്കാൻ പറയുമ്പോൾ ഡെപ്യൂട്ടി സെക്രട്ടറി പറയും എനിക്കതിന് അധികാരമില്ല എന്ന് പറയും. നിങ്ങളെ ചെയർമാനെയോ അല്ലെങ്കിൽ സെക്രട്ടറി ബന്ധപ്പെടും, അവർക്കാണുള്ള അധികാരം, എനിക്കുള്ള അധികാരം ഇല്ല എന്ന സമയത്തിന് അന്ന് പറയും. ഇത് തർക്കമാവും, പ്രശ്നമാവും, ഇത് നീണ്ട് അങ്ങ് പോകും. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ PSCക്കുമാർ തീ വെക്കും. അതാണ് ഇവരുടെ രീതി. അതെ, കാരണം ഈ രേഖകളെല്ലാം ഇവർ തീ വെക്കും. പണ്ട് സെക്രട്ടേറിയറ്റിന് തീ വെക്കുമെന്ന് നമ്മൾ വിചാരിച്ച ഭരണം പോകാറായിരുന്നു. എന്നിട്ട് പോലും രേഖകളെല്ലാം അരിഞ്ഞു കൂട്ടി ഒരു ചാക്കിനകത്താക്കി സൈഡിൽ മാറ്റി വെച്ചു. അതുപോലെ തന്നെ ഈ PSCയിലും ഇത് തന്നെ സംഭവിക്കും. ഇവിടുത്തെ ഉത്തരക്കടലാസുകളും ചോദ്യക്കടലാസുകളും ഇവിടുത്തെ രേഖകളും കമ്പ്യൂട്ടർ സംവിധാനം ഉൾപ്പെടെ ഇവർ തകരാറിലാക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. ഏതായാലും ഇപ്പോൾ ഇടിവെട്ടിയ മഴ പെയ്യുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസത്തെ ഒറ്റ ഇടിവെട്ട് മതി, പിറ്റേന്ന് വാർത്ത വരുമായിരുന്നു ഇടിവെട്ട് ഇന്നലെ എല്ലാം നശിച്ചു പോയി എന്നുള്ളത്. പിടിക്കപ്പെടും എന്നുള്ളത് ഉറപ്പായതുകൊണ്ടാണ് ഈ വിവരാവകാശത്തിന് മറുപടി. മാത്രമല്ല ഇവർ എപ്പോഴും പറയാറുള്ള അവകാശപ്പെടുന്ന ഒരു കാര്യം, ഞങ്ങൾ ആർക്കും തൊടാൻ കഴിയില്ല, ഞങ്ങൾ ഭരണഘടനാ സ്ഥാപനമാണ്, ഞങ്ങൾ ഭയങ്കര സംഭവമാണെന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കർണാടകത്തിലെ PSC ചെയർമാൻ, നമ്മുടെ ചർച്ച ചെയ്ത വിഷയമാണ്. കർണാടകത്തിലെ PSC ചെയർമാൻ അനധികൃതമായ അയാളുടെ മകളെയും 2 പെൺമക്കളെയും, ഒരു മകളെ സംവരണ കോട്ടയിലും ഒരു മകളെ ജനറൽ കോട്ടയിലും നിയമിച്ച് വിഷയമായി കൃത്യമായി അയാളെ ഗവർണർ സസ്പെൻഡ് ചെയ്തു. PSC ചെയർമാൻ അത് ഓർത്തോണം, ടെസ്റ്റ് എഴുതാതൊക്കെയാന്ന് തോന്നുന്നു. അതെ, ഇവരെ തിരികെയാണ് 40,000-45,000 രൂപ ശമ്പളമുള്ള പോസ്റ്റുകളിൽ, തുടക്കത്തിൽ അത്രയും കിട്ടുന്ന പോസ്റ്റുകളിലേക്ക് ഇവരെ
തിരുകുന്നു. ഇവരെ തിരുകിയിട്ട് അതാണ് രസം. ഒരാൾക്ക് സംവരണം, ഒരാൾക്ക് ജനറൽ. അതെങ്ങനെ വന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അവിടുത്തെ PSCയിലും ഒരു പക്ഷേ എന്നെ തൊടാൻ കഴിയില്ല, ഞങ്ങൾ മറ്റേ ഭരണഘടന അവകാശമുള്ളവരാണ് എന്ന് പറഞ്ഞ് നിന്നുകൊണ്ടായിരിക്കും. പക്ഷേ അവിടെ സംഭവിച്ചത് കർണാടകത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി കർണാടകത്തിൽ യാതൊരു നേതാവ് ആവശ്യപ്പെട്ടു. അവിടെ തുടർന്ന് അവർ കേന്ദ്രമന്ത്രി ഗവർണറോട് ഇക്കാര്യം ധരിപ്പിക്കും, ആവശ്യപ്പെട്ടു. ഗവർണർക്ക് അതിനുള്ള അധികാരമുണ്ട്. ഭരണഘടനാ സ്ഥാപനത്തിൽ നടപടിയെടുക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട്. അതുപോലെ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പറ്റുമല്ലോ, പറ്റും. ഇവരെ നീക്കാൻ പറ്റും. നീക്കുന്നതല്ല ഇതിനകത്തെ പ്രശ്നം. ഇവിടെ നടന്ന പരീക്ഷാ ക്രമക്കേടുകൾ കണ്ടുപിടിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ക്രമക്കേടായിരിക്കും. നീറ്റും അതുപോലെ CBSE ഒന്നുമല്ല. ഇവിടുത്തെ പരീക്ഷാ ക്രമക്കേടുകൾ കണ്ടുപിടിച്ചാൽ അതിൻ്റെ വിശദ വിവരങ്ങൾ പുറത്തു വന്നാൽ ഈ രാജ്യം ഞെട്ടുന്ന വിവരങ്ങൾ വരും. പക്ഷേ നമുക്ക് ഒരിക്കലും ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനെ നമ്മൾ വിശ്വസിക്കാനേ പാടില്ല. കാരണം ഇത് അന്വേഷണം മുറുകി അത്യാവശ്യം ചില ആൾക്കാരുടെ കയ്യിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇവർക്ക് വേണ്ടി മുതലാളിമാരും ഇവരുടെ ബന്ധുക്കളും സമുദായ നേതാക്കളും അവരിവരൊക്കെ ഇടപെടും. അതോടുകൂടി ഈ അന്വേഷണം ചുരുട്ടിക്കൂട്ടി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് KAS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അതിൻ്റെ ടെസ്റ്റിന് വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും ആരോപിക്കുന്നത്. അത് ഏതാണ്ട് ശരിയാണ് എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ കരുതുന്നത്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഒരു അന്വേഷണം നടക്കാൻ പോകുന്നില്ല എന്നുള്ള ഉറപ്പാണ്. അതുപോലെ ഈ സബ് ഇൻസ്പെക്ടർമാരെയും പോലീസുകാരുടെയും എല്ലാം ടെസ്റ്റിൽ പരിശോധിക്കണം. കാരണം എല്ലാ സ്റ്റേഷനിലും ഇരിക്കുന്നത് അന്ന് SFIക്കാരെ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചു മാറ്റിക്കൊണ്ട് പരീക്ഷ എഴുതി പിടിച്ചത് എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ പേപ്പർ അന്വേഷിച്ച് പോയല്ലേ. ക്രിമിനൽ കേസിൽ വീട് റെയ്ഡ് നടത്താൻ ചെന്നപ്പോൾ അവിടുന്ന് കണ്ടെടുത്താണ് ഈ സാധനങ്ങൾ കണ്ടെടുത്ത് പോയി ചാനലുകാർ ഇത് പിടിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ്, അല്ലേ ഇത് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് പിടി വീഴുന്നത്. അത് യാദൃച്ഛികമായിട്ട് പിടി വീണത്. എന്നിട്ട് നമുക്കറിയാമല്ലോ, ഷിനു ചൊവ്വര എന്നൊക്കെ പറഞ്ഞ് ഒരു ബോഡി ബിൽഡർ, ഇവരെ ബോഡി ബിൽഡർമാരെ ഒരു മാനദണ്ഡവും ഇല്ലാതെ ഫിറ്റ്നസ് ടെസ്റ്റിൽ പരാജയപ്പെട്ട, കായികക്ഷമതാ പരിശോധനയിൽ പരാജയപ്പെട്ട 2 ശരീര സൗന്ദര്യ മത്സര വിജയികളെ ഇവിടെ തിരുകാൻ, ശരീര സൗന്ദര്യക്കാർക്ക് ഓടാനും കഴിയില്ല, കയറി തൂങ്ങാനും കഴിയില്ല, ഒന്നും പറ്റാത്ത അവസ്ഥയാണെന്നാണ് പറഞ്ഞത്. അല്ല, എന്തടിസ്ഥാനത്തിലാണ് അവരെ നിയമിക്കാൻ നോക്കിയതെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലായത് തന്നെയാണ്. അത് ഇപ്പം പിന്നെ അത് മാത്രമല്ല, നമുക്കിവിടെ 100 കണക്കിന് മെയിലുകളാണ് ഡെയിലി വരുന്നത്. ഓരോ വിഭാഗത്തിലും നടന്ന ഈ പരീക്ഷയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു വലിയ പോസ്റ്റിൽ നടന്ന ടെസ്റ്റിന്റെ ക്രമക്കേട് പലരും വിളിച്ച് നമ്മൾ വാർത്ത കൊടുത്തതാണ്. അത് അതിനകത്താണ് നമ്മൾ പറഞ്ഞത്, എന്താണ് ക്വസ്റ്റ്യൻ ഇട്ടവരെ അറിയത്തില്ല എന്താണ് സബ്ജക്റ്റ് എന്ന് പോലും. ചാറ്റ് GPT ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുക. അതിനകത്ത് തന്നെ ഈ ക്വസ്റ്റ്യൻ തന്നെ ഇവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇവർ ചോർത്തി കൊടുക്കും. എല്ലാം B ആണ് ഉത്തരം. ഈ സകല മേഖലകളിലും അഴിമതിയാണ്, സകല. പക്ഷേ നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, സതീശൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ അഴിമതിയെല്ലാം കണ്ടുപിടിച്ച് നടപടിയെടുക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ 1.5-2 മാസത്തിനുള്ളിൽ ഈ സർക്കാരിൻ്റെ ഒരു പോക്ക് കണ്ടപ്പോൾ നമുക്ക് അതിനകത്ത് ഇവർ പിണറായി സർക്കാരിനെ കാരണം ഇവരെ സംരക്ഷിക്കാൻ ഉള്ള ഒരു മൂഡിലാണ്. ഇവരൊരു വല്ലാത്ത മൂഡിലാണ്. ഞങ്ങൾ ആരെയും സംരക്ഷിച്ച് അടങ്ങും എന്നുള്ളൊരു മൂഡിലേക്കാണ് ഇവർ പോയിരിക്കുന്നത്. അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. ആഗോള കേരളത്തിലെ എല്ലാ കള്ളനും കുഴപ്പക്കാരനും അഴിമതിക്കാരനും എല്ലാം ഓടി തിരുവനന്തപുരത്തേക്ക് ഇനി എത്തും എന്നുള്ള ഉറപ്പാണ്. കാരണം അവർക്ക് എല്ലാവർക്കും ഇവിടെ ഇപ്പം ഗ്യാരണ്ടിയാണ്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഇവിടെ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ നിരന്നിരുന്ന് മണ്ണ് വരുത്തിരുന്ന കണ്ടില്ലേ. കാരണം നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഓരോ വിദ്യാർത്ഥികൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇത്, അതായത് വീടുകളിൽ അവർ ട്യൂഷൻ എടുത്ത്, കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ എടുത്തിട്ട് ആ പണവും കൊണ്ട് പോയി ഇവർ PSC കോച്ചിങ് സെൻറ്ററിൽ പോയി PSC പരീക്ഷയ്ക്ക് പഠിച്ച് രാപകൽ ഒഴിച്ച് പഠിച്ച് ഈ പരീക്ഷ എഴുതി ഇവർ മുന്നിൽ വരുമ്പോൾ ഇവരെ എന്ത് ചെയ്യും? ഇൻ്റർവ്യൂവിൻ്റെ പേരിൽ മാർക്ക് കുറച്ച് ഇവരെ പുറത്ത് കളയും. എന്നിട്ട് ഈ പുറകെ നിൽക്കുന്ന ഇവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ അടയാളപ്പെടുത്തി, അല്ലെ പിന്നെ ചോദ്യക്കടലാസ് ചോർത്തി കൊടുത്ത്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ രക്ഷപ്പെടുത്തി ഒരു അത്യാവശ്യം നല്ല മാർക്ക് മേടിച്ച് മുന്നിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരെ എന്തോ ചെയ്യും? മുന്നിൽ വന്നല്ല, പുറകിൽ തന്നെ കട്ട് ഓഫ് മാർക്കിന് അടുത്തൊക്കെ മേടിക്കുന്ന ഇവരെ ഇൻ്റർവ്യൂവിനകത്ത് വലിയ മാർക്ക് ഇട്ട് കൊടുത്ത് അവരെ കയറ്റിട്ടു. ഇതാണ് ഇവിടെ കേരളത്തിൻ്റെ PSC സംവിധാനത്ത് നടക്കുന്ന കാര്യം. ഏതായാലും മടിയിൽ കനം ഉണ്ട് എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഈ 2 തീരുമാനങ്ങളിലും, അതായത് ഈ ടീമിനെ ഉൾപ്പെടുത്തിയപ്പോൾ സെക്രട്ടറി ഉൾപ്പെടുത്തിയിട്ടില്ല, വിവരാവകാശ കമ്മീഷൻ ചോദിച്ച വിവരങ്ങൾ തരാൻ സൗകര്യമില്ല എന്നും PS നിലപാടെടുത്തത് എന്തോ അവർക്ക് മറച്ചു വയ്ക്കാനുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെ. നമ്മൾ ഈ പറഞ്ഞതുപോലെ അടുത്ത ദിവസം ഈ PSC കത്തി നശിക്കാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ നമുക്ക് നിലവിലുള്ളൂ. 100 കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയാണ് ഈ സ്ഥാപനം. പക്ഷേ ഇതിനകത്ത് കാണിച്ചിട്ടുള്ള കള്ളത്തരങ്ങളും തരികിടയും പിടികൂടപ്പെടുമെന്നാകുമ്പോൾ ഇതിന് തീ വയ്ക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനൂ.